എൻ സി പിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ശരിവച്ചതാണ്. എന്നാൽ ഒടുവിൽ ഒരു തീരുമാനത്തിലേക്ക് എൻ സി പി നേതൃത്വം എത്തുമ്പോൾ അതിനെ ശരിവയ്ക്കാൻ പിണറായി വിജയന് മനസ്സില്ലത്രേ. അതായത് എൻ സി പി സംസ്ഥാന ഘടകം ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്ത് തോമസ് എന്ന കുട്ടനാട് MLA എൻ സി പിയുടെ മന്ത്രിയാക്കണം ഇനിയുള്ള LDFിൻ്റെ ശേഷിച്ച കാലം എന്ന് പറയുമ്പോൾ ശശീന്ദ്രനെ മാറ്റാൻ തനിക്ക് താല്പര്യമില്ല എന്ന് വീണ്ടും വീണ്ടും മുഖ്യമന്ത്രി പറയുന്നതിലെ കൃത്യമായ അജണ്ട എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് PC ചാക്കോ തന്നെ പറഞ്ഞിരിക്കുകയാണ്. മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ യോജിച്ചെടുത്ത തീരുമാനമാണ്. അതായത് ശരത്ചന്ദ്ര പവാർ NCPയുടെ നേതാവായി ഇരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ടവർ എന്ത് തീരുമാനിക്കണം എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ MLAമാർ കൂടിയാലോചിച്ച് അതിലെ നേതാക്കൾ കൂടിയാലോചിച്ച് പാർട്ടി ഒരു വ്യക്തിയെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ അത് മാറ്റാൻ പിണറായി വിജയൻ ആര് അവകാശം കൊടുത്തു എന്ന ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെയാണ് തീരുമാനമെങ്കിൽ NCPക്ക് മുന്നണി വിടേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നും PC ചാക്കോ വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം PC ചാക്കോ മുൻപ് കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹം NCPയിലേക്ക് എത്തിയതാണ്. NCPയിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹം NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ തുടങ്ങിയ പദവികളിൽ ഒക്കെ കൃത്യമായും പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹം ശരത് പവാറുമായി നല്ല രീതിയിലുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നു. ശരത്ചന്ദ്ര പവാർ കൃത്യമായി തീരുമാനമെടുത്തിരിക്കുന്നത് കേരള ഘടകം NCP ഇടതുപക്ഷത്തിൽ നിന്നും UDFിലേക്ക്, അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയിലേക്ക് വന്നാലും യാതൊരു രീതിയിലും അപാകതയില്ല. കാരണം ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്ത അത്രയേറെ വ്യാഖ്യാനങ്ങൾ വന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് തെറ്റിദ്ധാരണ ജനകവുമാണ്. ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നിരവധിയായ സാഹചര്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. ADGPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ ശരത് പവാറിനെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ എടുക്കുന്ന ഈ കടുംപിടുത്തവും അതിൻ്റെ അന്തസത്യം അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് തോമസ് പറയുന്നത്. തന്നോട് എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്ര ചുരുക്ക് എന്ന് മാധ്യമങ്ങളോട് തന്നെ തോമസ് വ്യക്തമാക്കുകയാണ്. തനിക്ക് മുഖ്യമന്ത്രിയുമായി യാതൊരു രീതിയിലുള്ള വിമ്മിട്ടവുമില്ല. എന്നാൽ അദ്ദേഹത്തിന് തന്നെ കാണുമ്പോൾ എന്താണ് ഇത്രയധികം രോഷം? ഇതിൻ്റെ കാര്യം, ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. ഇങ്ങനെ തുടരാൻ കഴിയില്ല. ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് താൻ കുട്ടനാട് വിജയിച്ചത്. ഇത്തവണ അതുകൊണ്ട് തന്നെ അവരോടൊപ്പമായിരുന്നു എല്ലാ സമയങ്ങളിലും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒക്കെ അവരോടൊപ്പം തന്നെ നിലനിൽക്കുകയും ചെയ്തു. അതിന് കിട്ടിയ പ്രത്യുപകാരമാണോ ഇത് എന്നറിഞ്ഞാൽ കൊള്ളാം. മുഖ്യമന്ത്രിയുടെ കപട നയമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്ന് തോമസ് പറഞ്ഞിരിക്കുകയാണ്. PC ചാക്കോയും തോമസിനോടൊപ്പം നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ കടുംപിടുത്തം വാസ്തവത്തിൽ സഖ്യകക്ഷികളായ NCPയെ മാത്രമല്ല പലരെയും പിണക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.